കേരള PSCയുടെ എക്സാമുകൾക്ക് പ്രിപ്പയർ ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ട് SCERT സോഷ്യൽ സയൻസ് ടെക്സ്റ്റ് ബുക്കിലെ 7ാം ക്ലാസ്സിൻ്റെ 13ാമത്തെ ചാപ്റ്റർ ഇന്ത്യയിലൂടെ എന്ന ചാപ്റ്ററാണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. വളരെ പ്രധാനപ്പെട്ട പോയിന്റ്സ് മാത്രം പറഞ്ഞു പോവുകയാണ്. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക. ക്ലാസ് ഇഷ്ടപ്പെടുവാണെങ്കിൽ കമൻറ്റ്സ് ആഡ് ചെയ്യുക. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യുവാണ്. ആദ്യമായിട്ട് ഈ ചാപ്റ്ററിൽ അറിയാനുള്ളത് ചോദ്യം ഇന്ത്യയുടെ സ്ഥാനം എവിടെ എന്നതാണ്. ഭൂമധ്യരേഖയ്ക്ക് വടക്ക് ആയിട്ടാണ് ഇന്ത്യ സ്ഥിതി ചെയ്യുന്നത്. ഭൂമധ്യരേഖയ്ക്ക് വടക്കായിട്ട് സ്ഥിതി ചെയ്യുന്ന ഇന്ത്യയുടെ ഉത്തര അക്ഷാംശം എന്ന് പറയുന്നത് 8 ഡിഗ്രിക്കും 37 ഡിഗ്രിക്കും ഇടയിലായിട്ടാണ്. അക്ഷാംശം, ഉത്തരാക്ഷാംശം 8 ഡിഗ്രിക്കും 37 ഡിഗ്രിക്കും. ആദ്യമായി അതാണ് പഠിച്ചു വെക്കാനുള്ളത്. ഇന്ത്യ സ്ഥിതി ചെയ്യുന്ന ഉത്തര അക്ഷാംശം 8 ഡിഗ്രിക്കും 37 ഡിഗ്രിക്കും. അത് കംപ്ലീറ്റ് ആയിട്ട് പഠിക്കുകയാണെങ്കിൽ 8 ഡിഗ്രി 4-നും 37 ഡിഗ്രി 6-നും ഇടയിലായിട്ട് ഉത്തര അക്ഷാംശവും, പൂർവ്വരേഖാംശം 68 ഡിഗ്രിക്കും 97 ഡിഗ്രിക്കും ഇടയിൽ. പൂർവ്വരേഖാംശം 68 ഡിഗ്രിക്കും 97 ഡിഗ്രിക്കും ഇടയിൽ. 68 ഡിഗ്രി 7 മുതൽ 97 ഡിഗ്രി 25 വരെ, 2-5 വരെയാണ് ഇന്ത്യയുടെ സ്ഥാനം. രണ്ടാമത്തെ ചോദ്യം ഇന്ത്യയുടെ വിസ്തൃതി എത്ര എന്നതാണ്. ചതുരശ്ര കിലോമീറ്ററിൽ ഇന്ത്യയുടെ വിസ്തൃതി 3.28 ദശലക്ഷം ചതുരശ്ര കിലോമീറ്റർ. 3.28 ദശലക്ഷം ചതുരശ്ര കിലോമീറ്ററാണ് ഇന്ത്യയുടെ വിസ്തൃതി. അപ്പോൾ രണ്ടാമത്തെ ചോദ്യം ഇന്ത്യയുടെ വിസ്തൃതി 3.28 ദശലക്ഷം ചതുരശ്ര കിലോമീറ്റർ. മൂന്നാമത്തെ ചോദ്യം ലോകരാജ്യങ്ങളിൽ വലിപ്പത്തിൽ ഇന്ത്യയുടെ സ്ഥാനം എത്ര എന്നതാണ്. ലോകരാജ്യങ്ങളിൽ വലിപ്പത്തിൽ ഇന്ത്യയുടെ സ്ഥാനം 7ാം സ്ഥാനം. ലോകരാജ്യങ്ങൾ വലിപ്പത്തിൽ ഇന്ത്യയുടെ സ്ഥാനം 7ആണ്. 3 ചോദ്യങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ് പറഞ്ഞു കഴിഞ്ഞത്. ഇന്ത്യയുടെ സ്ഥാനം ഭൂമധ്യരേഖയ്ക്ക് വടക്കായിട്ടാണ്. ഉത്തരാക്ഷാംശം 8 ഡിഗ്രിക്കും 37 ഡിഗ്രിക്കും ഇടയിലും, പൂർവ്വരേഖാംശം 68 ഡിഗ്രിക്കും 97 ഡിഗ്രിക്കും ഇടയിലാണ് ഇന്ത്യ സ്ഥിതി ചെയ്യുന്നത്. പിന്നെ നമുക്ക് ഈ ചാപ്റ്ററിൽ നോക്കാനുള്ളത് ഇന്ത്യയുടെ ഭൂപ്രകൃതി വിശേഷങ്ങളാണ്. ഭൂപ്രകൃതിയെക്കുറിച്ചാണ്. ഇന്ത്യയുടെ ഭൂപ്രകൃതി അതിലാദ്യം വരുന്നത് ഏറ്റവും വടക്ക് ഭാഗത്തായിട്ട് ഉത്തരപർവ്വത മേഖലയാണ്. ഉത്തരപർവ്വത മേഖല. അപ്പോൾ ഇന്ത്യൻ ഭൂപ്രകൃതിയിൽ ഏറ്റവും വടക്കായിട്ട് വരുന്നത് ഉത്തരപർവ്വത മേഖലയാണ്. ഉത്തരപർവ്വത മേഖല ഹിമാലയ പർവ്വത നിരകൾ. ഹിമാലയ പർവ്വത നിരകളാണ് അപ്പോൾ ഏറ്റവും വടക്ക് ഭാഗത്തായിട്ട് വരുന്നത്. ഈ ഭാഗത്തിന്, ഹിമാലയ പർവ്വത നിരയുടെ ഭാഗത്തിന് ഏകദേശം 2400 കിലോമീറ്റർ നീളമുണ്ട്. 2400 കിലോമീറ്റർ നീളം. 2400 കിലോമീറ്റർ നീളം ഉത്തരപർവ്വത മേഖലയാണ്. ഹിമാലയത്തിന്റെ ഏറ്റവും ഉയരം കൂടിയ ഭാഗങ്ങളിൽ വർഷം മുഴുവൻ മഞ്ഞു മൂടി കിടക്കുന്നതിനാൽ ഇവിടെ സ്ഥിരമായിട്ട് ജനവാസമില്ല. അപ്പൊ നമുക്ക് അവിടെ അറിയേണ്ടുന്ന പ്രധാനപ്പെട്ട പോയിന്റ്സ്, കാഞ്ചൻജംഗ, നന്ദാദേവി തുടങ്ങിയ ഉയരം കൂടിയ കൊടുമുടികൾ ഹിമാലയ നിരകളുടെ ഭാഗമാണ്. അപ്പോൾ ഉയരം കൂടിയ കൊടുമുടികൾ ഏത് മലനിരയുടെ ഭാഗം ആണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹിമാലയ മലനിരയുടെ ഭാഗമാണ് ഉയരം കൂടിയ കൊടുമുടിയായ കാഞ്ചൻജംഗയും നന്ദാദേവിയും. കാഞ്ചൻജംഗ, നന്ദാദേവി തുടങ്ങിയ ഉയരം കൂടിയ കൊടുമുടികൾ ഹിമാലയ നിരയുടെ ഭാഗമാണ്. അപ്പോൾ അതാണ് നമുക്ക് അറിയേണ്ടുന്ന ഒരു പ്രധാനപ്പെട്ട പോയിന്റ്. ഓക്കെ, അടുത്ത പോയിന്റ് ഹിമാലയത്തിലെ മഞ്ഞുമൂടിയ പർവ്വതനിരകൾക്ക് തൊട്ട് തെക്ക് ഭാഗത്ത് തണുപ്പിന്റെ തീവ്രത കുറവാണ്. ഈ മേഖലയിലാണ് സിംല, ഡാർജിലിംഗ്, കുളു, മണാലി തുടങ്ങിയ സുഖവാസ കേന്ദ്രങ്ങൾ. അപ്പോൾ ഈ ഹിമാലയത്തിന്റെ തൊട്ട് തെക്ക് ഭാഗത്തായിട്ട് സ്ഥിതി ചെയ്യുന്ന സുഖവാസ കേന്ദ്രങ്ങൾ, ഹിമാലയത്തിന്റെ തെക്ക് ഭാഗത്തായിട്ട് സ്ഥിതി ചെയ്യുന്ന സുഖവാസ കേന്ദ്രങ്ങളാണ് സിംല, ഡാർജിലിംഗ്, കുളു, മണാലി തുടങ്ങിയവ. ഇവിടുത്തെ കൃഷി ഇനങ്ങളാണ് പലതരം കൃഷി ഇനങ്ങൾ. ഉരുളക്കിഴങ്ങ്, ബാർലി, കുങ്കുമപ്പൂവ് തുടങ്ങിയവ ഇവിടുത്തെ കൃഷി ഇനങ്ങളാണ്. ഹിമാലയ നിരകളുടെ ഏറ്റവും തെക്ക് ഭാഗത്ത് കുന്നുകൾക്ക് ഉയരം കുറവാണ്. അപ്പോൾ പ്രീവിയസ് ചോദ്യമാണ്, തെക്കോട്ട് വരുന്തോറും ഹിമാലയത്തിന്റെ
ഉയരം കുറഞ്ഞു വരുവാണ് ചെയ്യുന്നത്. 2017-18 ചോദ്യം വന്നതാണ്. ഹിമാലയ നിരകളുടെ ഏറ്റവും തെക്ക് ഭാഗത്ത് കുന്നുകൾക്ക് ഉയരം കുറവാണ്. അടുത്തത് ഉത്തരപർവ്വത മേഖലയുടെ പ്രാധാന്യം. ഉത്തരപർവ്വത മേഖലയുടെ പ്രാധാന്യം കാലാവസ്ഥയെ വളരെയധികം സ്വാധീനിക്കുന്നു. അതുപോലെ രണ്ടാമത്തെ പോയിന്റ് പ്രകൃതിദത്തമായ കോട്ട, നദികളുടെ എല്ലാം ഉത്ഭവ പ്രദേശം, പ്രധാനമായും സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര നദികൾ ഉത്ഭവിക്കുന്നത് ഈ പർവ്വതനിരകളിൽ നിന്നാണ്. ഹിമാലയത്തിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദികളാണ് സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര. ഇന്ത്യൻ ഭൂപ്രകൃതിയുടെ ഒരു ഭാഗമാണ് ഉത്തരപർവ്വത മേഖല. ഉത്തരപർവ്വത മേഖലയുടെ ഏറ്റവും കൂടുതൽ സ്വാധീനിക്കുന്നത് കാലാവസ്ഥയെ സ്വാധീനിക്കുന്നു. അതായത് ശൈത്യകാലത്ത് മധ്യ ഏഷ്യയിൽ നിന്ന് വീശുന്ന ശീതക്കാറ്റിനെ ഇന്ത്യയിലേക്ക് കടത്തിവിടാതെ സംരക്ഷിക്കുന്നതും മൺസൂൺ കാറ്റുകളെ തടഞ്ഞ് ഉത്തരേന്ത്യയിലുടനീളം മഴ പെയ്യിക്കുന്നതും ഉത്തരപർവ്വത നിരകളാണ്. പ്രകൃതിദത്തമായ കോട്ടയായിട്ടും നദികളുടെ ഉത്ഭവ പ്രദേശവും എല്ലാം ഈ ഉത്തരപർവ്വത മേഖലയാണ്. ഹിമാലയ നിരകളിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദികളാണ് സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര. അടുത്ത ഭൂപ്രകൃതി ഉത്തരേന്ത്യയിലെ സമതലമാണ്. ഈ സമതലം കാണപ്പെടുന്ന പ്രദേശങ്ങളാണ് രാജസ്ഥാൻ, പഞ്ചാബ്, ഹരിയാന, ഉത്തർപ്രദേശ്, ബീഹാർ, അതുപോലെ പശ്ചിമ ബംഗാളിൻ്റെ കുറച്ച് ഭാഗങ്ങൾ. ഈ മേഖലയെയാണ് സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര സമതലം എന്നറിയപ്പെടുന്നത്. സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര നദികൾ അവയുടെ പോഷക നദികളും ഒഴുകിക്കൊണ്ടുവരുന്ന എക്കൽ മണ്ണ് നിക്ഷേപിക്കപ്പെട്ടാണ് ഈ സമതലം രൂപം കൊള്ളുന്നത്. അതിനാൽ ഇതിനെ ഉത്തര മഹാസമതലം അഥവാ സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര സമതലം എന്നീ പേരുകളിലാണ് അറിയപ്പെടുന്നത്. സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര നദികളും അവയുടെ പോഷക നദികളും ഒഴുകിക്കൊണ്ടുവന്ന എക്കൽ മണ്ണ് നിക്ഷേപിക്കപ്പെട്ട് രൂപം കൊണ്ടിട്ടുള്ളതാണ് ഉത്തര മഹാസമതലം അഥവാ സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര സമതലം. ഇവിടുത്തെ പ്രധാന കൃഷി വിളകളാണ് ഗോതമ്പ്, ചോളം, നെല്ല്, കരിമ്പ്, പരുത്തി, പയറുവർഗ്ഗങ്ങൾ. ഒന്ന് അറിഞ്ഞിരുന്നാൽ മതി. ഗോതമ്പ്, ചോളം, നെല്ല്, കരിമ്പ്, പരുത്തി, പയറുവർഗ്ഗങ്ങൾ തുടങ്ങിയവയാണ് ഉത്തര മഹാസമതലത്തിലെ പ്രധാന കൃഷി വിളകൾ. ഇവിടെ ചോദ്യം വന്നത് ഇതാണ്: ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ നട്ടെല്ല് എന്നറിയപ്പെടുന്നത്. ചോദ്യം: ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ നട്ടെല്ല് എന്നറിയപ്പെടുന്നത് ഉത്തര മഹാസമതലം. ഉത്തര മഹാസമതലമാണ് ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ നട്ടെല്ല് എന്നറിയപ്പെടുന്നത്. മറ്റ് ഭൂപ്രകൃതി വിഭാഗങ്ങളെ അപേക്ഷിച്ച് റെയിൽ, റോഡ്, കനാൽ എന്നിവയുടെ ശൃംഖല ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ഒരു ഭൂപ്രകൃതി വിഭാഗമാണ് സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര സമതലം അഥവാ ഉത്തര മഹാസമതലം. ഈ സമതലത്തിന്റെ, ഉത്തര മഹാസമതലത്തിന്റെ പടിഞ്ഞാറ് ഭാഗത്ത് മഴ തീരെ കുറവാണ്. അതിനാൽ ആ വടക്ക് പടിഞ്ഞാറ് ഭാഗത്താണ് രാജസ്ഥാൻ അറിയപ്പെടുന്ന മരുസ്ഥലി എന്നറിയപ്പെടുന്ന പ്രദേശം. ജനവാസം തീരെ കുറവാണ്. അപ്പോൾ സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര സമതലത്തിന്റെ വടക്ക് പടിഞ്ഞാറ് ഭാഗത്തായിട്ടാണ് രാജസ്ഥാൻ സ്ഥിതി ചെയ്യുന്നത്. ഈ പ്രദേശത്ത് മഴ തീരെ കുറവായതുകൊണ്ടും മരുസ്ഥലി എന്നറിയപ്പെടുന്ന ഈ പ്രദേശത്ത് ജനവാസം തീരെ കുറവാണ്. മരുസ്ഥലി എന്നറിയപ്പെടുന്ന പ്രദേശം എന്നുള്ളത് ഒന്ന് ഓർത്തു വെക്കുക. മരുസ്ഥലി എന്നറിയപ്പെടുന്ന പ്രദേശം. ഇവിടെ കൃഷി ചെയ്യുന്ന വിളകളാണ് ജോവർ, ബജ്ര തുടങ്ങിയ വിളകൾ. ജോവർ, ബജ്ര തുടങ്ങിയ വിളകൾ ഇവിടെ കൃഷി ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ രണ്ട് ഭൂപ്രകൃതി വിഭാഗമാണ് പറഞ്ഞത്. ഏറ്റവും വടക്ക് ഭാഗത്തായിട്ട് സ്ഥിതി ചെയ്യുന്നത് ഹിമാലയ പർവ്വതനിര അഥവാ ഉത്തരപർവ്വത മേഖല അവിടെ സ്ഥിതി ചെയ്യുന്ന കാണപ്പെടുന്ന ഉത്തരപർവ്വത മേഖലയുടെ തെക്ക് ഭാഗത്തായിട്ട് കാണപ്പെടുന്ന സുഖവാസ കേന്ദ്രങ്ങൾ പറഞ്ഞായിരുന്നു കുളു, മണാലി, സിംല, ഡാർജിലിംഗ് തുടങ്ങിയ സുഖവാസ കേന്ദ്രങ്ങൾ. പ്രധാന കൃഷി ഉരുളക്കിഴങ്ങ്, ബാർലി, കുങ്കുമപ്പൂവ് തുടങ്ങിയവയാണ് പ്രധാന കൃഷി. ഉത്തരപർവ്വത മേഖലയുടെ പ്രാധാന്യം എന്നത് 3 പോയിന്റ്സ് പറഞ്ഞായിരുന്നു. കാലാവസ്ഥയെ സ്വാധീനിക്കുന്നു, പ്രകൃതിദത്തമായ കോട്ട, നദികളുടെ ഉത്ഭവ പ്രദേശം, പ്രധാനമായും സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര നദികളുടെ ഉത്ഭവ പ്രദേശം. ഇനി അത് കഴിഞ്ഞ് നമ്മൾ ഉത്തരപർവ്വത മേഖല കഴിഞ്ഞ് വരുമ്പോഴാണ് ഏതാണ് പഠിച്ചത്? ഉത്തര മഹാസമതലമാണ് പഠിച്ചത്. ഉത്തര മഹാസമതലം അതായത് ഹിമാലയൻ നദികളായ സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര തുടങ്ങിയവയും അവയുടെ പോഷക നദികളും ഒഴുകിക്കൊണ്ടുവരുന്ന എക്കൽ മണ്ണ് നിക്ഷേപിച്ചുണ്ടായ സമതലം ഉത്തര മഹാസമതലം അഥവാ സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര സമതലം.
ഇവിടുത്തെ പ്രധാന കൃഷി വിളകൾ പറഞ്ഞത് ഗോതമ്പ്, ചോളം, നെല്ല്, പരുത്തി തുടങ്ങിയവയാണ്. ചോദ്യം വന്നിട്ടുള്ളത് ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ നട്ടെല്ല് എന്നറിയപ്പെടുന്ന ഭൂപ്രകൃതി വിഭാഗമാണ് ഉത്തര മഹാസമതലം. അപ്പൊ 2 ഭൂപ്രകൃതി വിഭാഗം പറഞ്ഞു കഴിഞ്ഞു. ഉത്തര പർവ്വത മേഖലയും ഉത്തര മഹാസമതലവും. ഉത്തര പർവ്വത മേഖലയും ഉത്തര മഹാസമതലവും. ഉത്തര മഹാസമതലത്തിൽ നിന്നാണ് ചോദ്യം വരുന്നത്. ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ നട്ടെല്ല് എന്നറിയപ്പെടുന്നത് ഉത്തര മഹാസമതലം. അപ്പൊ 2 ഇമ്പോർട്ടൻ്റ് ആണ്. ഉത്തരപർവ്വത മേഖലയിൽ നിന്നും ചോദ്യങ്ങൾ വരുന്നതാണ്. ഹിമാലയത്തിന്റെ നീളം ചോദിച്ചു കഴിഞ്ഞാൽ 2400 കിലോമീറ്റർ ആണ്. കാഞ്ചൻജംഗ, നന്ദാദേവി ഹിമാലയ നിരയുടെ ഭാഗമായിട്ട് വരുന്ന കൊടുമുടികളാണ്. കാഞ്ചൻജംഗ, നന്ദാദേവി ഹിമാലയ നിരയുടെ ഭാഗമായിട്ടുള്ള കൊടുമുടികളാണ്. അടുത്തത് നമുക്ക് നോക്കാനുള്ളത് പീഠഭൂമിയാണ്. പീഠഭൂമി ഇപ്പോൾ മധ്യപ്രദേശ്, ജാർഖണ്ഡ്, ഛത്തീസ്ഗഡ്, പ്രധാനമായും മധ്യപ്രദേശ്, ജാർഖണ്ഡ്, ഛത്തീസ്ഗഡ്, അതും തമിഴ്നാട്, കർണാടക, ആന്ധ്രാപ്രദേശ്, ഒഡീഷ, പശ്ചിമ ബംഗാൾ തുടങ്ങിയ സംസ്ഥാനങ്ങളിലെ ചില പ്രദേശങ്ങളും ഉൾപ്പെട്ട പ്രദേശമാണ് ഉപദ്വീപീയ പീഠഭൂമി. ഉപദ്വീപീയ പീഠഭൂമി മധ്യപ്രദേശ്, ജാർഖണ്ഡ്, ഛത്തീസ്ഗഡ്. മധ്യപ്രദേശ്, ജാർഖണ്ഡ്, ഛത്തീസ്ഗഡ്, അതുപോലെ കർണാടക, തമിഴ്നാട്, ഒഡീഷ, പശ്ചിമ ബംഗാൾ തുടങ്ങിയ സംസ്ഥാനങ്ങളുടെ ചില പ്രദേശങ്ങളും ഉൾപ്പെട്ടതാണ് ഉപദ്വീപീയ പീഠഭൂമി. ഇവിടെ ചോദ്യം ഉപദ്വീപീയ പീഠഭൂമിയുടെ ഭാഗമായിട്ട് വരുന്നതാണ് ഡക്കാൻ പീഠഭൂമി. ഉപദ്വീപീയ പീഠഭൂമിയുടെ ഭാഗമായിട്ട് വരുന്നതാണ് ഡക്കാൻ പീഠഭൂമി. ലാവ തണുത്തുറഞ്ഞ് രൂപം കൊണ്ട പീഠഭൂമി. ലാവ തണുത്തുറഞ്ഞ് രൂപം കൊണ്ട പീഠഭൂമിയാണ് ഡക്കാൻ പീഠഭൂമി. ചോദ്യം ലാവ തണുത്തുറഞ്ഞ് രൂപം കൊണ്ട പീഠഭൂമിയാണ് ഡക്കാൻ പീഠഭൂമി. ഇത് പൊടിഞ്ഞു ഉണ്ടായ കറുത്ത മണ്ണാണ് പരുത്തി കൃഷിക്കാൻ യോജ്യമായിട്ടുള്ളത്. വിന്ധ്യ, സത്പുര, ആരവല്ലി, പശ്ചിമഘട്ടം, പൂർവ്വഘട്ടം തുടങ്ങിയവ ഉപദ്വീപീയ പീഠഭൂമിയുടെ ഭാഗങ്ങളാണ്. അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ്. വിന്ധ്യ, സത്പുര, ആരവല്ലി, പശ്ചിമഘട്ടം, പൂർവ്വഘട്ടം തുടങ്ങിയവ ഉപദ്വീപീയ പീഠഭൂമിയുടെ ഭാഗമായിട്ട് വരുന്നതാണ്. കേരളത്തിൽ ആനമുടിയാണ് ഈ ഒരു പീഠഭൂമിയുടെ, ഈ മേഖലയിലെ ഏറ്റവും ഉയരം കൂടിയ ഭാഗം. കേരളത്തിലെ ആനമുടിയാണ് ഈ മേഖലയിലെ ഏറ്റവും ഉയരം കൂടിയ ഭാഗം. ഇവിടുത്തെ കൃഷിവിളകളാണ് പരുത്തി, പയറുവർഗ്ഗം, നിലക്കടല, കരിമ്പ്, ചോളം തുടങ്ങിയവ. ഇനി മറ്റൊന്നറിയാനുള്ളത് കൽക്കരി, ഇരുമ്പയിര്, മാംഗനീസ്, ബോക്സൈറ്റ്, ചുണ്ണാമ്പുകല്ല് തുടങ്ങിയ ധാതു നിക്ഷേപങ്ങൾ ഈ പീഠഭൂമിയിൽ കാണപ്പെടുന്നു. ഈ പീഠഭൂമിയിൽ, ഉപദ്വീപീയ പീഠഭൂമിയിൽ കാണപ്പെടുന്ന ധാതു നിക്ഷേപങ്ങൾക്ക് ഉദാഹരണമാണ് കൽക്കരി, ഇരുമ്പയിര്, മാംഗനീസ്, ബോക്സൈറ്റ്, ചുണ്ണാമ്പുകല്ല്. കൽക്കരി, ഇരുമ്പയിര്, മാംഗനീസ്, ബോക്സൈറ്റ്, ചുണ്ണാമ്പുകല്ല്. ഈ പീഠഭൂമിയിൽ അതുകൊണ്ട് ഖനനവും ധാതു അധിഷ്ഠിത വ്യവസായങ്ങളും ഇവിടുത്തെ പ്രധാന തൊഴിൽ മേഖലയാണ്. ഇനി ഉപദ്വീപീയ പീഠഭൂമിയിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദികളാണ് ഗോദാവരി, മഹാനദി, കൃഷ്ണ, കാവേരി, നർമ്മദ, താപ്തി. ഗോദാവരി, മഹാനദി, കൃഷ്ണ, കാവേരി, നർമ്മദ, താപ്തി തുടങ്ങിയ നദികൾ ഉപദ്വീപീയ പീഠഭൂമിയിൽ നിന്ന് ഉത്ഭവിക്കുന്നവയാണ്. ഇനി നമ്മൾ അടുത്ത ഭൂപ്രകൃതി വിഭാഗത്തിലോട്ട് പോവുകയാണ്. തീരസമതലം. അപ്പോൾ ഏതൊക്കെയാണ് പറഞ്ഞത്? ഉത്തര പർവ്വത മേഖല, ഉത്തര മഹാസമതലം, മൂന്നാമതായിട്ട് ഉപദ്വീപീയ പീഠഭൂമി, നാലാമതായിട്ട് തീരസമതലം. ഇന്ത്യയുടെ ഭൂപ്രകൃതിയിൽ വരുന്ന 4 പ്രധാന വിഭാഗങ്ങളാണ് ഉത്തര പർവ്വത മേഖല, ഉത്തര മഹാസമതലം, അതുപോലെ തന്നെ ഉപദ്വീപീയ പീഠഭൂമി, അവസാനമായിട്ട് തീരസമതലം. ബംഗാൾ ഉൾക്കടലിനോട് ചേർന്ന് കിടക്കുന്നത് കിഴക്കൻ തീരവും അറബിക്കടലിനോട് ചേർന്ന് കിടക്കുന്നത് പടിഞ്ഞാറൻ തീരവും. അറിയാവുന്നതാണ്, ബംഗാൾ ഉൾക്കടലിനോട് ചേർന്ന് കിടക്കുന്ന ഭാഗമാണ് കിഴക്കൻ തീരവും അതുപോലെ തന്നെ അറബിക്കടലിനോട് ചേർന്ന് കിടക്കുന്നത് പടിഞ്ഞാറൻ തീരവുമാണ്. പടിഞ്ഞാറൻ തീരസമതലത്തിന് വീതി കിഴക്കൻ തീരസമതലത്തിനെ അപേക്ഷിച്ച് കുറവാണ്. അപ്പോൾ അതൊക്കെ ജസ്റ്റ് ഒന്ന് അറിയേണ്ടുന്ന കാര്യങ്ങളാണ്. പടിഞ്ഞാറൻ തീരസമതലത്തിന് വീതി പൊതുവെ കിഴക്കൻ തീരസമതലത്തെ അപേക്ഷിച്ച് കുറവാണ്. ഈ സമതലത്തിന്റെ ഭാഗമായിട്ട് വരുന്നതാണ്, പടിഞ്ഞാറൻ തീരസമതലത്തിന്റെ ഭാഗമായിട്ട് വരുന്നതാണ് കേരള തീരം. ഇപ്പോൾ കേരള തീരത്തിന് നിരവധി കായലുകൾ ഉണ്ടെന്നുള്ളത് അറിയാം. ഈ ഒരു ഭാഗത്തെ കാർഷിക വിളകളാണ് തെങ്ങ്, നെല്ല് തുടങ്ങിയവ പടിഞ്ഞാറൻ തീരത്തെ പ്രധാന കാർഷിക വിളകളാണ്. ഇനി കിഴക്കൻ തീരസമതലത്തിലെ കാവേരി, കൃഷ്ണ, ഗോദാവരി, മഹാനദി തടങ്ങളിൽ വ്യാപകമായി നെല്ല് കൃഷിയും ചെയ്യുന്നു. എന്നാൽ
മത്സ്യബന്ധനമാണ് തീരത്തെ ജനങ്ങളുടെ പ്രധാന തൊഴിൽ എന്നതുകൂടി അറിയുക. അറബിക്കടലിലെ ലക്ഷദ്വീപ് ദ്വീപസമൂഹവും ബംഗാൾ ഉൾക്കടലിലാണ് ആൻഡമാൻ നിക്കോബാർ ദ്വീപസമൂഹവും ഉള്ളത്. അപ്പോൾ അത് എപ്പോഴും PSC ചോദിക്കുന്നതാണ്. ലക്ഷദ്വീപ് സ്ഥിതി ചെയ്യുന്നത് എവിടെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അറബിക്കടലിലും ബംഗാൾ ഉൾക്കടലിൽ സ്ഥിതി ചെയ്യുന്ന ദ്വീപസമൂഹം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആൻഡമാൻ നിക്കോബാർ ആണ്. അറബിക്കടലിലെ ദ്വീപസമൂഹം ലക്ഷദ്വീപും ബംഗാൾ ഉൾക്കടലിലെ ദ്വീപസമൂഹം എന്ന് പറയുന്നത് ആൻഡമാൻ നിക്കോബാർ ആണ്. ഇനി മറ്റൊരു കാര്യം, ലക്ഷദ്വീപ് എന്ന് പറയുന്നത് പവിഴദ്വീപിന് ഉദാഹരണമാണ്. ലക്ഷദ്വീപ് പവിഴദ്വീപിന് ഉദാഹരണമാണ്. അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ്. അതായത് പവിഴദ്വീപുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോറൽ പോളിപ്പുകൾ എന്ന സമുദ്രജീവികളുടെ, ഇവിടെ കിടപ്പുണ്ട്, കോറൽ പോളിപ്പുകൾ എന്ന ചെറു സമുദ്രജീവികളുടെ കാൽഷ്യം സ്രവം അടിഞ്ഞുകൂടിയാണ് പവിഴപ്പുറ്റുകൾ രൂപം കൊള്ളുന്നത്. അപ്പോൾ ഇവ വിവിധ ആകൃതിയിൽ കാണപ്പെടുകയും ഈ പവിഴപ്പുറ്റുകൾക്ക് മേൽ ദ്വീപുകൾ രൂപപ്പെടുകയും ചെയ്യുന്നു. അങ്ങനെയുള്ള രൂപം കൊണ്ട ഒരു ദ്വീപിന് ഉദാഹരണമാണ് ലക്ഷദ്വീപ്. ഇന്ത്യയിലെ ലക്ഷദ്വീപും അതുപോലെ തന്നെ ആൻഡമാൻ നിക്കോബാറിന്റെ ചില ദ്വീപുകളും ഇത്തരത്തിൽ രൂപപ്പെട്ടതാണ്. അപ്പോൾ ശക്തമായ തിരകളിൽ നിന്ന് ഈ ദ്വീപുകളെ സംരക്ഷിക്കുന്നത് ഈ പവിഴപ്പുറ്റാണ്. ഉഷ്ണമേഖലയിലെ സമുദ്രങ്ങളിലാണ് ഈ കോറൽ പോളിപ്പുകൾ കാണപ്പെടുന്നത്. ഉഷ്ണമേഖലയിലെ സമുദ്രങ്ങളിൽ കാണപ്പെടുന്ന കോറൽ പോളിപ്പുകൾ എന്ന ചെറു സമുദ്രജീവികളുടെ കാൽഷ്യസ്രവം അടിഞ്ഞുകൂടി പവിഴപ്പുറ്റുകൾ രൂപം കൊള്ളുകയും ഇവ വിവിധ ആകൃതിയിൽ കാണപ്പെടുകയും ചെയ്യുന്നു. ഈ പവിഴപ്പുറ്റുകൾക്ക് മേൽ ദ്വീപുകൾ രൂപപ്പെടുന്നു. അങ്ങനെ രൂപം കൊണ്ട ഒരു ദ്വീപിന് ഉദാഹരണമാണ് ലക്ഷദ്വീപ്. ഏതിനുദാഹരണമാണ്? പവിഴദ്വീപാണ്. ലക്ഷദ്വീപ് എന്ന് പറയുന്നത് പവിഴദ്വീപാണ്. ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളിൽ മിക്കവയും നിബിഡമായ വനങ്ങൾ കൂടിയാണ്. നമ്മൾ പറഞ്ഞു കഴിഞ്ഞു, ഇന്ത്യയിലെ ഭൂപ്രകൃതി വിഭാഗങ്ങൾ ഉത്തരപർവ്വത മേഖല, ഉത്തര മഹാസമതലം, ഉപദ്വീപീയ പീഠഭൂമി, തീരസമതലവും ദ്വീപുകളും. ഇതാണ് ഇന്ത്യയുടെ പ്രധാനമായ ഭൂപ്രകൃതി വിശേഷങ്ങൾ. അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ പഠിച്ച ഈ ഒരു ഭാഗത്ത് നിന്ന് ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങൾ, ആദ്യം പറഞ്ഞു ഇന്ത്യയുടെ സ്ഥാനം ഭൂമധ്യരേഖയ്ക്ക് വടക്കായിട്ടാണ് ഇന്ത്യ സ്ഥിതി ചെയ്യുന്നത്. അവിടെ നമുക്ക് അക്ഷാംശം പഠിക്കേണ്ടതായിട്ടുണ്ട്. ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. ഉത്തര അക്ഷാംശം 8 ഡിഗ്രിക്കും 37 ഡിഗ്രിക്കും ഇടയിലും പൂർവ്വരേഖാംശം 68 ഡിഗ്രിക്കും 97 ഡിഗ്രിക്കും ഇടയിലാണ് ഇന്ത്യ സ്ഥിതി ചെയ്യുന്നത്. ഒന്നുകൂടി, ഉത്തര അക്ഷാംശം 8 ഡിഗ്രി, ഉത്തരാക്ഷാംശം 8 ഡിഗ്രിക്കും 37 ഡിഗ്രിക്കും ഇടയിലും പൂർവ്വരേഖാംശം 68 ഡിഗ്രിക്കും 97 ഡിഗ്രിക്കും ഇടയിലാണ് ഇന്ത്യ സ്ഥിതി ചെയ്യുന്നത്. പിന്നെ ചോദ്യം, രണ്ടാമത്തെ ചോദ്യമായിട്ട് പറഞ്ഞത് ഇന്ത്യയുടെ വിസ്തൃതി 3.28 ദശലക്ഷം ചതുരശ്ര കിലോമീറ്റർ ആണ് ഇന്ത്യൻ വിസ്തൃതി. 3.28 ദശലക്ഷം ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതി. മൂന്നാമത്തെ ചോദ്യം, ലോകരാജ്യങ്ങളുടെ വലുപ്പത്തിൽ ഇന്ത്യയുടെ സ്ഥാനം. ലോകരാജ്യങ്ങളുടെ വലുപ്പത്തിൽ 7ാം സ്ഥാനം. നാലാമത്തെ ചോദ്യം, ഹിമാലയത്തിന്റെ നീളം എത്ര കിലോമീറ്റർ? 2400 കിലോമീറ്റർ ആണ്. ഹിമാലയത്തിന്റെ നീളം 2400 കിലോമീറ്റർ. ചോദ്യം 5, കാഞ്ചൻജംഗ, നന്ദാദേവി തുടങ്ങിയ ഉയരം കൂടിയ കൊടുമുടികൾ സ്ഥിതി ചെയ്യുന്ന മലനിരകൾ. ഹിമാലയൻ മലനിരകൾ. കാഞ്ചൻജംഗ, നന്ദാദേവി തുടങ്ങിയ ഉയരം കൂടിയ കൊടുമുടികൾ ഹിമാലയൻ നിരയുടെ ഭാഗമാണ്. ഇനി ഹിമാലയത്തിന്റെ തെക്ക് ഭാഗത്തായിട്ട് സ്ഥിതി ചെയ്യുന്ന സുഖവാസ കേന്ദ്രങ്ങൾ. ഹിമാലയത്തിന്റെ തെക്ക് ഭാഗത്തായിട്ട് സ്ഥിതി ചെയ്യുന്ന സുഖവാസ കേന്ദ്രങ്ങൾ കുളു, മണാലി, സിംല, ഡാർജിലിംഗ് തുടങ്ങിയവ. കുളു, മണാലി, സിംല, ഡാർജിലിംഗ്. അപ്പോൾ ടെക്സ്റ്റ് ബുക്ക് അടിസ്ഥാനപ്പെടുത്തിയുള്ള പോയിന്റ്സ് മാത്രമേ പറയുന്നുള്ളൂ. കുളു, മണാലി, സിംല, ഡാർജിലിംഗ് തുടങ്ങിയവയാണ്. അവിടുത്തെ കൃഷിയാണ് ഉരുളക്കിഴങ്ങ്, ബാർലി, കുങ്കുമപ്പൂവ് തുടങ്ങിയവ. ഉത്തരപർവ്വത മേഖലയുടെ പ്രാധാന്യം കാലാവസ്ഥയെ സ്വാധീനിക്കുന്നു. പ്രകൃതിദത്തമായ കോട്ടയാണ്. നദികളുടെ ഉത്ഭവ പ്രദേശമാണ്. സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര നദികളുടെ ഉത്ഭവ പ്രദേശമാണ്. ഇതാണ് ആദ്യം പറഞ്ഞ ഭൂപ്രകൃതി വിഭാഗം, ഉത്തരപർവ്വത മേഖല. രണ്ടാമത്തത് ചോദ്യം, ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ നട്ടെല്ല് എന്നറിയപ്പെടുന്ന ഭൂപ്രകൃതി വിഭാഗം. ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ നട്ടെല്ല് ഉത്തരമഹാസമതലം. ഉത്തരമഹാസമതലമാണ് ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ നട്ടെല്ല് എന്നറിയപ്പെടുന്നത്. അപ്പോൾ ഇത് രാജസ്ഥാൻ, പഞ്ചാബ്, ഹരിയാന, അതുപോലെ തന്നെ ഉത്തർപ്രദേശ്, ബീഹാർ സംസ്ഥാനങ്ങളിലായിട്ട് കാണപ്പെടുന്ന മേഖലയാണ്. ഇനി
ഇന്ത്യയുടെ വടക്ക് പടിഞ്ഞാറ് രാജസ്ഥാനിന്റെ മിക്ക പ്രദേശങ്ങളും മരുഭൂമിയാണ്. അവിടെ അറിയപ്പെടുന്നത് മരുസ്ഥലി എന്നാണ് അറിയപ്പെടുന്നത്. ആ ഒരു പോയിന്റ് ഓർത്തു വെക്കുക, മരുസ്ഥലി എന്നറിയപ്പെടുന്നത്. അപ്പൊ അവിടെ വളർച്ചയ്ക്ക് വെള്ളം കുറഞ്ഞ അളവിൽ മതിയായതുകൊണ്ട് അവിടുത്തെ കൃഷിവിളകളാണ് ജോവർ, ബജ്ര. മരുസ്ഥലി എന്നറിയപ്പെടുന്ന പ്രദേശത്തെ കൃഷിവിളകൾക്ക് ഉദാഹരണമാണ് ജോവറും ബജ്രയും. ഉത്തരപർവ്വത മേഖല, ഉത്തര മഹാസമതലം. മൂന്നാമതായിട്ട് ഉപദ്വീപിയൻ പീഠഭൂമി. ലാവ തണുത്തുറഞ്ഞ് രൂപം കൊണ്ട പീഠഭൂമിയാണ് ഡക്കാൻ പീഠഭൂമി. വിന്ധ്യ, സത്പുര, ആരവല്ലി, അതുപോലെ പശ്ചിമഘട്ടം, പൂർവഘട്ടം തുടങ്ങിയവ ഉപദ്വീപിയൻ പീഠഭൂമിയുടെ ഭാഗമായിട്ട് വരുന്നതാണ്. കേരളത്തിലെ ആനമുടിയാണ് ഈ മേഖലയിലെ ഏറ്റവും ഉയരം കൂടിയ ഭാഗം. പരുത്തി, പയറുവർഗം, നിലക്കടലയൊക്കെ ഇവിടുത്തെ കൃഷി വിളകളാണ്. അതുപോലെ തന്നെ കൽക്കരി, ഇരുമ്പയിര്, മാംഗനീസ്, ബോക്സൈറ്റ് തുടങ്ങിയ ധാതു നിക്ഷേപമുള്ളതും കൊണ്ടും ഖനനവും ധാതു അധിഷ്ഠിത വ്യവസായങ്ങളുമാണ് തൊഴിൽ മേഖലയാണ്. ഉപദ്വീപിയൻ പീഠഭൂമിയിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദികളാണ് ഗോദാവരി, മഹാനദി, കൃഷ്ണ, കാവേരി, നർമ്മദ, താപ്തി തുടങ്ങിയവ. പിന്നെ നമ്മൾ പവിഴ ദ്വീപുകളെ കുറിച്ച് പറഞ്ഞായിരുന്നു. കോറൽ പോളിപ്പുകൾ എന്ന ചെറുസമുദ്ര ജീവികളുടെ കാൽഷ്യം സ്രവം അടിഞ്ഞുകൂടി പവിഴപ്പുറ്റുകൾ രൂപം കൊള്ളുകയും ഈ പവിഴപ്പുറ്റുകൾക്ക് മേലാണ് ദ്വീപുകൾ രൂപം കൊള്ളുന്നത്. അങ്ങനെ രൂപം കൊണ്ട ഒരു ദ്വീപിന് ഉദാഹരണമാണ് ലക്ഷദ്വീപ്. ലക്ഷദ്വീപ് ഒരു പവിഴ ദ്വീപാണ്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇതുവരെ പറഞ്ഞത്. അപ്പോൾ ആ ഒരു ഭൂപടം നോക്കുവാണെങ്കിൽ ഏറ്റവും മേളിലായിട്ട് കാണപ്പെടുന്ന ഉത്തരപർവ്വത മേഖല, അത് കഴിഞ്ഞാൽ ഉത്തര മഹാസമതലം, ഉപദ്വീപിയൻ പീഠഭൂമിയാണ് ഈ കാണുന്നത്. സൈഡിലായിട്ട് വരുന്നതെല്ലാം തീരസമതലമാണ്. അടുത്തത് ഇന്ത്യയിലെ നദികളെ കുറിച്ചാണ്. സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര നദികളും അവയുടെ പോഷക നദികളുമാണ് ഉത്തരേന്ത്യയിലെ പ്രധാനപ്പെട്ട ജലസ്രോതസ്സുകൾ. പറഞ്ഞു കഴിഞ്ഞതാണ്. ഹിമാലയത്തിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദികളായതുകൊണ്ട് ഇവയെ ഹിമാലയൻ നദികൾ എന്ന് വിളിക്കുന്നു. ഹിമാലയൻ നദികൾ സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര. ഹിമാലയൻ നദികൾ ഒഴുകിക്കൊണ്ടുവരുന്ന എക്കൽ നിക്ഷേപിക്കപ്പെട്ട് രൂപം കൊള്ളുന്നതാണ് ഉത്തര മഹാസമതലം. പറഞ്ഞ പോയിന്റാണ്. ഉപദ്വീപിയൻ പീഠഭൂമിയിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദികളെ ഉപദ്വീപിയൻ നദികൾ എന്നറിയപ്പെടുന്നു. ഗോദാവരി, മഹാനദി, കൃഷ്ണ, കാവേരി, നർമ്മദ, താപ്തി എന്നിവയാണ് ഉപദ്വീപിയൻ നദികൾ. അപ്പോൾ നദികളെ കുറിച്ച് അത്രയും അറിഞ്ഞിരുന്നാൽ മതി. രണ്ടായിട്ട് തിരിച്ചിരിക്കുന്നു, ഹിമാലയൻ നദികളെന്നും അതുപോലെ തന്നെ ഉപദ്വീപിയൻ നദികളെന്നും. അപ്പോൾ ഈ ഭാഗത്ത് നിന്ന് ചോദ്യം വരുന്നതാണ്. PSCയുടെ ഒരു ഇഷ്ടപ്പെട്ട ഏരിയയാണ്. സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര ഹിമാലയൻ നദികളും അതുപോലെ തന്നെ ഗോദാവരി, മഹാനദി, കൃഷ്ണ, കാവേരി, നർമ്മദ, താപ്തി തുടങ്ങിയവ ഉപദ്വീപിയൻ നദികളുമാണ്. അടുത്തത് നമുക്ക് പ്രധാനപ്പെട്ട ഇന്ത്യയിലെ മണ്ണിനങ്ങളെ കുറിച്ചാണ് പഠിക്കാനുള്ളത്. മണ്ണിനങ്ങൾ ഉത്തര മഹാസമതലത്തിലെയും മറ്റ് നദീതടങ്ങളിലെയും മണ്ണിനമാണ് എക്കൽ മണ്ണ്. എക്കൽ മണ്ണാണ് ഏറ്റവും ഫലഭൂയിഷ്ഠമായത്. ഉത്തര മഹാസമതലത്തിലെയും മറ്റ് നദീതടങ്ങളിലെയും മണ്ണിനമാണ് എക്കൽ മണ്ണ്. ഉത്തര മഹാസമതലത്തിലെയും അതുപോലെ തന്നെ മറ്റ് നദീതടങ്ങളിലെയും മണ്ണിനം ഏറ്റവും ഫലഭൂയിഷ്ഠമായത് എക്കൽ മണ്ണ്. ഉപദ്വീപീയ പീഠഭൂമിയിൽ കാണപ്പെടുന്നത് കറുത്ത മണ്ണ്. പരുത്തി, കരിമ്പ് തുടങ്ങിയ വിളകൾ കൃഷി ചെയ്യാൻ അനുയോജ്യമായ മണ്ണ്. പീഠഭൂമി പ്രദേശത്തെ മറ്റു പ്രധാന മണ്ണിനങ്ങളാണ് ചെമ്മണ്ണും ലാറ്ററൈറ്റും. അപ്പോൾ രണ്ട് ഭൂപ്രകൃതിയിലെ മണ്ണിനമാണ് പറഞ്ഞത്. ഉത്തര മഹാസമതലത്തിലെ മണ്ണിനം എക്കൽ മണ്ണ് ഏറ്റവും ഫലഭൂയിഷ്ഠമായത്. ഉപദ്വീപിയൻ പീഠഭൂമിയിലെ മണ്ണിനമാണ് കറുത്ത മണ്ണ് പരുത്തി കൃഷിക്കും കരിമ്പ് കൃഷിക്കും ഏറ്റവും അനുയോജ്യമായത്. മറ്റു മണ്ണിനം ചെമ്മണ്ണും ലാറ്ററൈറ്റും. ഫലഭൂയിഷ്ഠി ഇവർക്ക് താരതമ്യേന കുറവാണെങ്കിലും വളപ്രയോഗത്തിലൂടെ കൃഷിക്ക് ഉപയോഗിക്കാറുണ്ട്. രാജസ്ഥാൻ മരുഭൂമിയിൽ മണ്ണിൽ ജലാംശം കുറവായതിനാൽ അവിടെ ഉപയോഗിക്കുന്നതിന് കൃഷി ചെയ്യുന്നതിന് ജലസേചനം കൂടിയേ തീരൂ. വനനിബിഡമായ പർവ്വത പ്രദേശങ്ങളിലെ മണ്ണാണ് പർവ്വത മണ്ണ്. മണ്ണിൽ ജൈവാംശം കൂടുതലാണ്. പർവ്വത മണ്ണിൽ ജൈവാംശം കൂടുതലാണെന്നുള്ള പോയിന്റ് ഓർത്തു വെക്കുക. ഇനി നമുക്ക് നോക്കാനുള്ളത് കാലാവസ്ഥയാണ്. കാശ്മീരിലെ കാർഗിൽ, ദ്രാസ് എന്നിവിടങ്ങളിൽ ശൈത്യകാലത്ത് അനുഭവപ്പെടുന്ന താപനില -40°C വരെ താഴാറുണ്ട്. ഒന്ന് ഓർത്താൽ മതി. കാശ്മീരിലെ കാർഗിൽ, ദ്രാസ് തുടങ്ങിയ സ്ഥലങ്ങളിൽ ശൈത്യകാലത്ത് താപനില -40°C വരെ താഴാറുണ്ട്. ഇന്ത്യയുടെ കാലാവസ്ഥ ഉഷ്ണമേഖലാ മൺസൂൺ കാലാവസ്ഥ. ചോദ്യം:
ഇന്ത്യയുടെ കാലാവസ്ഥ ഉഷ്ണമേഖല മൺസൂൺ കാലാവസ്ഥ. ഓക്കെ, ഉഷ്ണമേഖല മൺസൂൺ കാലാവസ്ഥ. വ്യത്യസ്ത കാലങ്ങൾ, 3 വ്യത്യസ്ത കാലങ്ങൾ: ഉഷ്ണകാലം, ശൈത്യകാലം, മഴക്കാലം. അപ്പോൾ 3ആയിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുന്ന ഇന്ത്യയുടെ കാലാവസ്ഥയെ ഉഷ്ണകാലം, ശൈത്യകാലം, മഴക്കാലം. അതിൽ ഉഷ്ണകാലം മാർച്ച് മുതൽ മെയ് വരെയാണ് അനുഭവപ്പെടുന്നത്. ചോദ്യം വന്നിട്ടുള്ളതാണ്. ഉഷ്ണകാലം മാർച്ച് മുതൽ മെയ് വരെയാണ് അനുഭവപ്പെടുന്നത്. അതുപോലെ ശൈത്യകാലം ഡിസംബർ മുതൽ ഫെബ്രുവരി വരെയും, മഴക്കാലം 2ആയിട്ട്, ഒന്ന് ജൂൺ മുതൽ സെപ്റ്റംബർ വരെയും മറ്റൊന്ന് ഒക്ടോബർ മുതൽ നവംബർ മാസം വരെയും അനുഭവപ്പെടുന്നതാണ്. ജൂൺ മുതൽ സെപ്റ്റംബർ വരെ മഹാസമുദ്രത്തിൽ നിന്ന് ഈർപ്പം വലിച്ചുകൊണ്ടുവരുന്ന കാറ്റുകളെ തടഞ്ഞു നിർത്തുന്നതിനാൽ പടിഞ്ഞാറൻ തീരത്തും വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിലും ധാരാളം മഴ ലഭിക്കുന്നു. തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാലം എന്നാണ് ഇത് അറിയപ്പെടുന്നത്. അത് കഴിഞ്ഞാൽ മറ്റൊരു ഇടവേളയ്ക്ക് ശേഷം ഒക്ടോബർ നവംബർ മാസമാണ് വടക്ക് കിഴക്കൻ മൺസൂൺ കാലം. അപ്പോൾ മഴക്കാലം ഒന്ന് തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാലം ജൂൺ മുതൽ സെപ്റ്റംബർ വരെയും, ഒക്ടോബർ മുതൽ നവംബർ മാസങ്ങളിൽ വടക്ക് കിഴക്കൻ മൺസൂൺ കാലവും. മേഘാലയയിലെ ഖാസി കുന്നുകളുടെ തെക്കേ ചെരുവിൽ സ്ഥിതി ചെയ്യുന്ന ഗ്രാമമാണ് ചിറാപുഞ്ചി. ലോകത്തിലെ ഏറ്റവും മഴ ലഭിക്കുന്ന പ്രദേശം എന്ന് അംഗീകരിക്കപ്പെട്ടുള്ള ചിറാപുഞ്ചിക്ക് മറ്റൊരു പേരാണ് സൊഹ്റ. പ്രീവിയസ് ചോദ്യമാണ്. ചിറാപുഞ്ചിയുടെ മറ്റൊരു പേരാണ് സൊഹ്റ. മേഘാലയയിലെ ഖാസി കുന്നുകളുടെ തെക്കേ ചെരുവിലായിട്ട് സ്ഥിതി ചെയ്യുന്ന ഒരു ഗ്രാമമാണ് ചിറാപുഞ്ചി. ലോകത്തിലെ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന പ്രദേശമാണ്. ഇനി ഈ ചാപ്റ്ററിൽ അറിയാനുള്ളത് വിവിധ നൈസർഗിക സസ്യജാലങ്ങളെ കുറിച്ചാണ്. ഒരു പ്രദേശത്തെ ഭൂപ്രകൃതി, കാലാവസ്ഥ, മണ്ണിനങ്ങൾ ഈ ഭൗതിക സവിശേഷതകൾ അനുസൃതമായി വളരുന്ന സ്വാഭാവിക സസ്യ ഇനങ്ങളെയാണ് നൈസർഗിക സസ്യജാലങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ ഒന്ന് ഉഷ്ണമേഖല നിത്യഹരിത വനങ്ങൾ, ഇലപൊഴിയും കാടുകൾ, മുൾച്ചെടികളും കുറ്റിക്കാടുകളും, കണ്ടൽ കാടുകൾ, പർവ്വത വനങ്ങൾ. ഇത്രയും കൂടെ ആകുമ്പോൾ ഈ ചാപ്റ്റർ തീരും. അപ്പോൾ ഒരു പ്രദേശത്തെ ഭൂപ്രകൃതി, കാലാവസ്ഥ, മണ്ണിനങ്ങൾ ഈ സവിശേഷതയ്ക്ക് അനുസൃതമായി വളരുന്ന സ്വാഭാവിക സസ്യ ഇനങ്ങളെയാണ് നൈസർഗിക സസ്യജാലങ്ങൾ എന്ന് അറിയപ്പെടുന്നത്. ഇന്ത്യയിലെ വിവിധ നൈസർഗിക സസ്യജാലങ്ങളെ ആണ് അടുത്തത് പഠിക്കാൻ പോകുന്നത്. ഉഷ്ണമേഖല നിത്യഹരിത വനങ്ങൾ. വാർഷിക വർഷപാതം വളരെ കൂടുതലും പശ്ചിമഘട്ടത്തിലും വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിലുമാണ് നിത്യഹരിത സസ്യജാലങ്ങൾ കാണപ്പെടുന്നത്. ഇലപൊഴിയും കാടുകൾ. കാലികമായി മാത്രം മഴ ലഭിക്കുന്ന പ്രദേശങ്ങളിലാണ് ഇലപൊഴിയും കാടുകൾ കാണപ്പെടുന്നത്. ഇന്ത്യൻ ഉപദ്വീപിലെ കൂടുതൽ പ്രദേശങ്ങളിലും ഇലപൊഴിയും കാടുകളാണ്. അപ്പോൾ ഇന്ത്യൻ ഉപദ്വീപിയൻ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് ഇലപൊഴിയും കാടുകളാണ്. ഇന്ത്യൻ ഉപദ്വീപിയയിലെ കൂടുതൽ പ്രദേശങ്ങളിലും ഇലപൊഴിയും കാടുകളാണ്. കാലികമായി മാത്രം മഴ ലഭിക്കുന്ന പ്രദേശങ്ങളിൽ ഇലപൊഴിയും കാടുകൾ കാണപ്പെടുന്നു. മുൾച്ചെടികളും കുറ്റിക്കാടുകളും. രാജസ്ഥാൻ മരുഭൂമിയിലും ഉപദ്വീപിന്റെ മധ്യഭാഗങ്ങളിലും മഴ തീരെ കുറവായതിനാൽ മുൾച്ചെടികളും കുറ്റിക്കാടുകളും, അപ്പോൾ രാജസ്ഥാനിലാണ് ഈ മുൾച്ചെടികളും കുറ്റിക്കാടുകളും കാണപ്പെടുന്നത്. കണ്ടൽ കാടുകൾ ഇമ്പോർട്ടൻ്റ് ആണ്. ഉപ്പുരസമുള്ള മണ്ണിൽ വളരുന്ന പ്രത്യേകതരം സസ്യജാലങ്ങളാണ് കണ്ടൽ കാടുകൾ. ഉപ്പ് രസമുള്ള മണ്ണിൽ വളരുന്ന പ്രത്യേകതരം സസ്യജാലങ്ങളെയാണ് കണ്ടൽ കാടുകൾ എന്ന് പറയുന്നത്. പശ്ചിമ ബംഗാളിലെ കണ്ടൽ കാടുകളാണ് ബംഗാൾ കടുവയുടെ ആവാസ കേന്ദ്രം. അപ്പോൾ കണ്ടൽ കാടുകൾ ഏറ്റവും കൂടുതലുള്ള സംസ്ഥാനമാണ് പശ്ചിമ ബംഗാൾ. കണ്ടൽ കാടുകളുടെ വേരുപടലങ്ങൾ നിരവധി മത്സ്യ ഇനങ്ങളുടെ പ്രജനന കേന്ദ്രം കൂടിയാണ്. അടുത്തത് പർവ്വത വനങ്ങൾ. ഉയരം കൂടിയ പ്രദേശങ്ങളിൽ കാണുന്ന സ്തൂപികാഗ്ര വൃക്ഷങ്ങൾ. അപ്പോൾ ചോദ്യം വന്നിട്ടുണ്ട്, ഉയരം കൂടിയ പ്രദേശങ്ങളിൽ കാണപ്പെടുന്ന വൃക്ഷങ്ങളെ അറിയപ്പെടുന്നത് സ്തൂപികാഗ്ര വൃക്ഷങ്ങൾ. സ്തൂപികാഗ്ര വൃക്ഷങ്ങൾ. അതിശൈത്യമുള്ള പർവ്വതങ്ങളിലെ പായൽ വർഗ സസ്യങ്ങളും പർവ്വതവനങ്ങളിൽ പെടുന്നതാണ്. കസ്തൂരിമാന്, വരയാട്, ഹിമപ്പുലി തുടങ്ങിയ ജീവികളുടെ ആവാസ കേന്ദ്രമാണ്. പശ്ചിമഘട്ടത്തിന്റെ ഉയർന്ന പ്രദേശങ്ങളിലും വരയാട് കാണപ്പെടുന്നുണ്ട്.
അപ്പോൾ നമ്മൾ ഇന്ത്യയുടെ ഭൂപ്രകൃതിയെക്കുറിച്ചുള്ള കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്തത്. ഉറപ്പായിട്ടും ചോദ്യങ്ങൾ വരാനുള്ള മേഖലയാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്ററാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ കമൻസ് ആഡ് ചെയ്യുക, ഫ്രണ്ട്സിനും കൂടി ഷെയർ ചെയ്യുക. ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്